മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള തൻ്റെ ആധിപത്യം നിലനിർത്തുന്നതിനായി പുതിയ പുതിയ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം അവരുടെ പാർട്ടി കോൺഗ്രസും പൂർത്തിയാക്കി. ഇപ്പോൾ ജില്ലാതലത്തിൽ ചില അഴിച്ചുപണികൾ നടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു അഴിച്ചുപണിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയായ കണ്ണൂർ ജില്ലാ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു മുൻ MP ആയ ശ്രീ KK രാഗേഷിനെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി അവരോധിക്കാനായി തീരുമാനമെടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായി KK രാഗേഷും ശ്രീ പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എത്ര ആഴമായിരുന്നു എന്നതിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഏറ്റവും താക്കോൽ സ്ഥാനത്ത് ഒരു മുൻ MP കൂടിയായിരുന്ന KK രാഗേഷിനെ പ്രതിഷ്ഠിച്ചത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ ഏകദേശം 4 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള സ്ഥാനമാണ് ശ്രീ KK രാഗേഷ് ഈ കഴിഞ്ഞ 4 വർഷങ്ങളായി വഹിച്ചു പോരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകനും ഒരു സുഹൃത്തും അദ്ദേഹത്തിനെ അനുസരിച്ച് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരാളും ആണ് എന്ന് KK രാഗേഷ് ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുണ്ട്. സാധാരണയായി MP മാരായിരുന്നവരൊന്നും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പോകുന്ന പതിവില്ല. അതിന് ഒരു വ്യത്യാസം ഉണ്ടായത് നേരത്തെ ബഹുമാനപ്പെട്ട K രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പ്രൈവറ്റ് സെക്രട്ടറി ആയി എടുത്തത് ഒരു മുൻ MP ആയ ശ്രീ A സമ്പത്തിനെ ആയിരുന്നു. അതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തുടക്കം. അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് MP ആയിരുന്ന ഒരാളിനെ തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ സെക്രട്ടറി ആക്കി എടുത്തത്. ഇപ്പോൾ കണ്ണൂർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി കഴിഞ്ഞ 6 വർഷമായി പ്രവർത്തിക്കുന്ന ME ജയരാജൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗമായി തീർന്നതിനെ തുടർന്നാണ് ആ സീറ്റ് ഒഴിവായി വന്നത്. അപ്പോൾ ME ജയരാജൻ ഈ സ്ഥാനത്ത് നിന്ന് ഒരു പ്രൊമോഷൻ കിട്ടി പോകുമ്പോൾ സ്വാഭാവികമായി ME ജയരാജന് തുല്യനായിട്ടുള്ള ശ്രീ പിണറായി വിജയന് നല്ല നിയന്ത്രണമുള്ള ഒരാൾ തന്നെ അദ്ദേഹത്തിന്റെ ജില്ലയിൽ വരണമെന്ന് നിർബന്ധമുണ്ടായതുകൊണ്ടാണ് പേഴ്സണൽ സ്റ്റാഫിൽ ഇരുന്ന ആളിനെ മാറ്റി കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറി ആക്കാനായിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായി കാണേണ്ടത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയേക്കാൾ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയനാണ്. മുൻപും ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മൾ വളരെയേറെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണയായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ ആ പാർട്ടിയുടെ സെക്രട്ടറിയാണ് സംസ്ഥാന പാർട്ടിയുടെ മുഴുവൻ നിയന്ത്രണവും വഹിക്കുന്നത്. കേന്ദ്രത്തിലാണെങ്കിൽ ദേശീയ സെക്രട്ടറി, ഇപ്പോൾ ബഹുമാനപ്പെട്ട MA ബേബി അവരോധിക്കപ്പെട്ടതായിട്ടുള്ള ദേശീയ സെക്രട്ടറിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പരമോന്നത സ്ഥാനം. പാർട്ടിയുടെ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, പരിപാടികൾ മുന്നോട്ട് വയ്ക്കുന്നതിൽ, സംസ്ഥാന ഘടകങ്ങളെ നിയന്ത്രിക്കുന്നതിലെല്ലാം പരിപൂർണ അധികാരം ദേശീയ സെക്രട്ടറിക്കാണ്. അതുപോലെയാണ് സംസ്ഥാന സെക്രട്ടറിക്കാണ് എല്ലാ ജില്ലകളുടെയും പരമമായ അധികാരവും ഉത്തരവാദിത്വവും. അപ്പോൾ ജില്ലാ സെക്രട്ടറിമാരെയൊക്കെ നിയമിക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ അത് പ്രഖ്യാപിക്കുന്നതൊക്കെ പാർട്ടിയുടെ സെക്രട്ടറിയാണ്. എന്നാൽ ഇപ്പോൾ കുറെ വർഷങ്ങളായി നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിൻ്റെയും അവസാന വാക്ക് ശ്രീ പിണറായി വിജയനാണ്. അതുകൊണ്ടാണല്ലോ ദേശീയ സെക്രട്ടറി കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തിന് ഒരു വലിയ പദവി കൊടുത്ത് അദ്ദേഹത്തെ കാർന്നവർ സ്ഥാനത്തേക്ക് ഉയർത്തിയത്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ദേശീയ സെക്രട്ടറി ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ കാർന്നവർ സ്ഥാനത്തേക്ക് ഉയർത്തി കാട്ടുന്നത്. നമുക്കറിയാം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ
ദേശീയ ചരിത്രം നോക്കുമ്പോൾ നേരത്തെ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, അതിനു മുമ്പ് സുർജിത് സിംഗ്, അതുപോലെ ഉന്നതന്മാരായിട്ടുള്ള പല നേതാക്കന്മാരും കേന്ദ്ര സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ദേശീയ സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്. അവരാരും തന്നെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ കാർന്നവ സ്ഥാനത്തേക്ക് ഉയർത്തി പ്രഖ്യാപിച്ചത് കണ്ടിട്ടില്ല. ഇതിപ്പോൾ പിണറായി വിജയനെ അതിനേക്കാൾ ഉയർന്ന ഒരു സ്ഥാനം ഒരുപക്ഷെ ഇനിയും താമസിയാതെ കണ്ടെത്തുകയാണെങ്കിൽ ദേശീയ സെക്രട്ടറി അദ്ദേഹത്തെ അതിലേക്കും ഉയർത്തി ആ സ്ഥാനത്തിരുത്താനുള്ള സാധ്യതയുണ്ട്. അതിനിടയ്ക്ക് അദ്ദേഹം പറയുകയുണ്ടായി, മൂന്നാം ഊഴത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴും പാർട്ടിയെ നയിക്കാൻ പോകുന്നത് ശ്രീ പിണറായി വിജയനാണ്. പിണറായി വിജയന് ഇപ്പോൾ ഏതാണ്ട് 81 വയസ്സ് പൂർത്തിയാകാൻ ഇനി അധികം ദിവസങ്ങളില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിത നയമനുസരിച്ച് 75 വയസ്സിൽ കൂടുതലുള്ളവരാരും താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കണ്ട എന്ന ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം പ്രത്യേകമായി ഇളവ് കൊടുത്തുകൊണ്ടാണ് ശ്രീ പിണറായി വിജയനെ ഇപ്പോൾ കാർന്നവ സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുന്നത്. 75 വയസ്സെന്നുള്ള നിബന്ധന കർശനമാക്കിയപ്പോൾ പുറത്തു പോകേണ്ടി വന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ ഒരു താത്വികാചാര്യനായ ശ്രീ AK ബാലൻ ഇപ്പോൾ കരഞ്ഞ് വശായി അഭയസ്ഥാനം തേടി നടക്കുന്നതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഇടമില്ല, എനിക്ക് തലചായ്ക്കാൻ ഇടമില്ല പാർട്ടിയിൽ എന്ന് രോദനപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചിത്രങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. അവിടെയും എല്ലാവരെയും അതിജീവിച്ചുകൊണ്ട് ഉഗ്രപ്രതാപിയായി കാർന്നവർ വാഴുന്ന മാർക്സിസ്റ്റ് പാർട്ടിയായി കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയല്ല, മാർക്സിസ്റ്റ് പാർട്ടി ദേശീയ തലത്തിൽ തന്നെ ആയിരിക്കുന്നു. ആ ഒരു സ്വാധീനം വീണ്ടും ഉറപ്പിക്കുകയാണ് ഇപ്പോൾ KK രാഗേഷിനെ ഈ AB വിജയരാജൻ പോകുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരോധിക്കുന്നത്. ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, KK രാഗേഷിന്റെ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ആരെയാണ് പാർട്ടി തിരഞ്ഞെടുക്കാൻ പോകുന്നത്? ആ കാര്യത്തിലും ശ്രീ പിണറായി വിജയന്റെ വാക്കായിരിക്കും അവസാന വാക്ക്. അവിടെ പാർട്ടിയുടെ സെക്രട്ടറിക്കോ അല്ലെങ്കിൽ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിനോ സംസ്ഥാന കമ്മിറ്റിക്കോ ഒന്നും ഒരു സ്ഥാനവും ഉണ്ടാകില്ല എന്ന് സംശയിക്കുകയേ വേണ്ട. തീർച്ചയായും അന്തിമമായി ശ്രീ പിണറായി വിജയൻ ഒരാളിനെ കണ്ടെത്തും. അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ ഇപ്പോൾ ഒരാളിനെ കണ്ടെത്തിയിട്ടുണ്ടാകാം. അദ്ദേഹം ഇനിയും അവശേഷിക്കുന്ന ഒരു വർഷക്കാലം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയി തുടരും. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലാ ഘടകത്തിൽ ശ്രീ പിണറായി വിജയൻ ഒന്നുകൂടെ പിടിമുറുക്കി അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും അടുത്ത പിൻഗാമിയായി അല്ലെങ്കിൽ അടുത്ത ഒരു സ്ഥാനത്തേക്ക് രണ്ടാം നിരയിലെ പ്രമുഖനായ ആ ആളെന്ന നിലയിൽ KK രാഗേഷിനെ അവിടെ പുനഃപ്രതിഷ്ഠിക്കുകയാണ്. അവിടെ മറ്റു ചില ആളുകളുടെ ശ്രീ സഖാവ് P പ്രകാശന്റെ പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ചില ആളുകളുടെ പേരുകളും ഉണ്ടായി. ആ പേരുകളെ എല്ലാം തട്ടി മാറ്റിക്കൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ അന്തിമമായി തീരുമാനമെടുത്ത് KK രാഗേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി അവരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടെ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിക്കോ സംസ്ഥാന സെക്രട്ടേറിയറ്റിനോ സംസ്ഥാന കമ്മിറ്റിക്കോ ഒന്നും തന്നെ വലിയ കാര്യമായിട്ടുള്ള ഉത്തരവാദിത്തമില്ല. എല്ലാ ഉത്തരവാദിത്തങ്ങളും ബഹുമാനപ്പെട്ട പിണറായി വിജയനിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തതാണ്. അപ്പോൾ ഭരണരംഗത്തും പാർട്ടിയുടെ ഉന്നത രംഗങ്ങളിലെല്ലാം പിടിമുറുക്കുന്നതിന് ഒരു തരത്തിലും പിന്നാക്കം പോകാതെ മുന്നാക്കം തന്നെ കരുത്തോടുകൂടി ശ്രീ പിണറായി വിജയൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.